വയനാട് ജില്ലയിൽ ഏറ്റവുമധികം നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ചേകാടിയിലെ പാടങ്ങൾ വരൾച്ച മൂലം ഉണങ്ങി. പതിറ്റാണ്ടുകൾ മുൻപ് നിർമ്മിച്ച ജലസംഭരണികൾ ഉപയോഗയോഗ്യമാക്കിയാൽ പ്രശ്നം പരിഹരിക്കാമെന്നാണ് കർഷകർ പറയുന്നത്. ഇതാവശ്യപ്പെട്ട് പ്രക്ഷോഭത്തിന് ഒരുങ്ങുകയാണ് ചേകാടിയിലെ നൂറുകണക്കിന് നെൽകർഷകർ. നെൽകൃഷിയെ മാത്രം ഉപജീവനമായി സ്വീകരിച്ചിട്ടുള്ള പ്രദേശമാണ് ചേകാടി. ഗന്ധകശാല വിത്തിനം പരമ്പരാഗതമായി കൃഷി ചെയ്യുന്ന ജില്ലയിലെ അപൂർവം പ്രദേശങ്ങളിലൊന്ന്. നൂറുകണക്കിന് ഏക്കർ പാടങ്ങളിലാണ് ഇത്തരം കൃഷി നടത്തുന്നത്. സാധാരണയായി വരൾച്ച പേടിച്ച് ഏപ്രിൽ അവസാനത്തോടെ കൃഷി നിർത്തും. എന്നാൽ ഇത്തവണ വരൾച്ച മുമ്പേ എത്തി. മിക്ക കർഷകരുടെയും പാടങ്ങൾ ഇങ്ങനെ കരിഞ്ഞു കിടക്കുകയാണ്. കരിഞ്ഞ നെൽക്കതിരുകൾ പറിച്ചു കളയുകയാണ് കർഷകർ. കൃഷി നശിച്ചു, ഇനി ഒന്നും ചെയ്യാനില്ല. ഇപ്പോൾ ജീവിക്കാൻ തന്നെ വിഷമം. നമുക്ക് ബാങ്കിൽ നിന്ന് ലോണൊക്കെ എടുത്ത് സൗത്ത് ഇന്ത്യൻ ബാങ്കിലും പിന്നെ ജില്ലാ ബാങ്കിലും ഗോൾഡൊക്കെ വെച്ചിട്ടാണ് ഈ കൃഷിപ്പണി നടത്തുന്നത്. ലോൺ തന്നെ അടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. വെള്ളം നൽകാൻ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു തടയണയുണ്ടാക്കി. പക്ഷേ കനാലൊന്നും നിർമ്മിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ കർഷകർക്ക് കാര്യമായ ഗുണമൊന്നുമില്ല. പഞ്ചായത്ത് കനാൽ മീൻ വളർത്തലിനായി ഉപയോഗിക്കുകയാണ്. ഇതൊക്കെ കർഷകർക്ക് ഗുണകരമാക്കി നൽകണമെന്നാണ് ഇപ്പോൾ ഉയരുന്ന ആവശ്യം. അങ്ങനെയെങ്കിൽ ബാക്കിയുള്ള നെല്ലെങ്കിലും കരിയാതിരിക്കും. റിപ്പോർട്ടർ, വയനാട്.